നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക പാരമ്പര്യം പേറുന്ന ഒരു ജനതയാണ് നാമെങ്കിലും സുഖസൗകര്യങ്ങളിലോട്ടുള്ള ഒരു അഭിനിവേശം കൊണ്ടും ഭൂമിയുടെ ലഭ്യതക്കുറവ് കൊണ്ടും നമ്മൾ കാർഷിക വൃത്തിയിൽ നിന്ന് ഒരല്പം അകന്നു പോയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള അരിയും പച്ചക്കറികളും ഒക്കെ വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും വളരെ വ്യത്യസ്തമായ ചില കാർഷിക വിളകൾ ഇപ്പോൾ കേരളത്തിൽ വളരുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. സെൻട്രൽ മാഗസിനിൽ നിന്ന് പോകുന്നത് കട്ടപ്പനയിലെ മിറാക്കിൾ ഫാമിലേക്കാണ്. അവിടെ കുറച്ച് മിറാക്കിളുകൾ നമുക്ക് കാണാം. പുതിയ തരം കൃഷിരീതികൾ, പുതിയ തരം ഫലവർഗ്ഗങ്ങൾ, ആപ്പിളും ഓറഞ്ചും മാത്രമല്ല, വളരെ വ്യത്യസ്തമായൊരു ഫലം കൂടി അവിടെ കൃഷി ചെയ്യുന്നു. ലോങ്ങൻ. കേട്ടിട്ടുണ്ടോ? അത് കണ്ടു നോക്കാം. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, മറയൂർ മേഖലകളിലാണ് നിലവിൽ ആപ്പിൾ കൃഷിയുള്ളത്. എന്നാൽ കേരളത്തിൽ എവിടെയും ആപ്പിളും ഓറഞ്ചും കുങ്കുമപ്പൂവും വിളയുമെന്ന് തെളിയിക്കുകയാണ് മിറാക്കിൾ ഫാം ഉടമ ബിജുമോൻ ആൻ്റണി. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം വലിയ തേവാളയിലെ ബിജുവിൻ്റെ ഫാമിൽ 400ഓളം ആപ്പിൾ ചെടികളാണുള്ളത്. നട്ടുകഴിഞ്ഞാൽ 2-3 വർഷത്തിനകം ഇവ ഫലം തരും. ആപ്പിൾ വെറൈറ്റികളാണ്. ഈ സമയത്ത് ആപ്പിൾ തീർത്ത് കുറവാണ്. പക്ഷേ ഈ ചെടിയിൽ ഇപ്പോൾ ഇതൊരു പ്രത്യേകത, ഇതൊരു ആപ്പിൾ കായ്ച്ചു തുടങ്ങുന്നു. ഇതേണ്ട ഈ ചെടിയിൽ ഇത് എത്ര കായ ഉണ്ടായേക്കുന്നു നോക്ക്. ഇതൊരു കൊലയിലുണ്ടായിരിക്കുന്നത് 1, 2, 3, 4, 5 അങ്ങനെ 40ഉം 50ഉം കായ്കളാണ് മിറാക്കിൾ ഫാമിൽ ആപ്പിൾ വെറൈറ്റീസിലുണ്ടാകുന്നത്. ഹൈറേഞ്ചിലെയും വയനാട്ടിലെയും കാലാവസ്ഥ ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമല്ലെന്ന ധാരണ ബിജുമോൻ ആൻ്റണി തിരുത്തുന്നു. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആപ്പിൾ ചെടികൾ ഹൈറേഞ്ചിൻ്റെ മറ്റു ഭാഗങ്ങളിലും അനുയോജ്യമാണെന്ന് ബിജു പറയുന്നു. ഫ്രൂട്ട്സ് ഞാൻ ചെയ്ത ആപ്പിളിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ആപ്പിൾ വെറൈറ്റീസിന് ഞാൻ ആരംഭിച്ചു. എല്ലാവരും എഴുതിത്തള്ളി കായ്ക്കില്ലെന്ന് പറഞ്ഞത് ഇവിടെ നിറച്ച് കായ്ച്ചു. ഇഷ്ടംപോലെ ഞങ്ങളതിൻ്റെ വീഡിയോസ് ചെയ്തു പോയിരിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ ഓറഞ്ചിൽ എല്ലാവരും കേട്ടിരിക്കുന്നത് പുളിയുള്ള ഓറഞ്ച്, അത് മേടിച്ചാൽ പുളിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഒക്കെ ആയിരുന്നു ജനത്തിൻ്റെ ഒരു ധാരണ. അപ്പം നമ്മൾ വെറൈറ്റികൾ തപ്പി മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി മാൻഡറിൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല വില കൂടിയതും നല്ല ടേസ്റ്റും ഉള്ള വെറൈറ്റീസ് കൊണ്ടുവന്ന് കൃഷി ചെയ്തു. നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ചാണെങ്കിൽ പോലും നല്ല മധുരമുണ്ട്. പിന്നെ ബാരി സ്വീറ്റ് വൺ, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഞങ്ങൾ വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന മൊസാമ്പി, പിന്നെ നാഗ്പൂർ, അങ്ങനെ വെറൈറ്റീസ്, ഡെക്കോപോൺ, ഏതെല്ലാം വെറൈറ്റീസ് ഉണ്ടോ ഇപ്പോൾ കിന്നു ഒഴികെ എല്ലാതും ഞങ്ങൾ പരീക്ഷിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ബിജുവിൻ്റെ ഫാമിൽ വിളഞ്ഞു നിൽക്കുന്നത് അന്ന, ഡോസറ്റ്, ഗോൾഡൻ ട്രോപ്പിക്കൽ സ്വീറ്റ്, സമ്മർ സോൺ തുടങ്ങിയ ഇനങ്ങളാണ്. ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുമാണ് ചെടികൾ എത്തിച്ചിരിക്കുന്നത്. കുറവുള്ള സമയമാണ് എങ്കിൽ പോലും ഒരു ഓൾ സീസൺ ടൈം എന്ന് പറയുന്നത് കാണിക്കാനാണ് ഫ്ലവർ കായായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ ഏകദേശം 10-20ഓളം കായ് ഈ സീസൺ അല്ലാത്ത ടൈമിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൗതുകത്തിന് വേണ്ടി കൃഷി ചെയ്യുക, അവരവരുടെ വീടുകളിലെ ഒരു ചെറിയ ഒരാവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതാരും പ്രതീക്ഷിക്കരുത്. ലിച്ചി, മുന്തിരി തുടങ്ങിയ പഴങ്ങളോട് സാമ്യമുള്ള രുചി തരുന്ന ചൈനക്കാരുടെ സ്വന്തം ഫലവൃക്ഷമായ ലോങ്ങൻ ബിജുമോൻ ആൻ്റണിയുടെ തോട്ടത്തിലെ താരമാണ്. ഞങ്ങൾ ഇത് സീഡ് തൈ ഒരു 15-16 വർഷം മുമ്പ് നമ്മൾ വെച്ചതാണ്. അന്ന് ഇതിനെപ്പറ്റിയൊന്നും നമ്മുടെ മനസ്സിലൊരു വലിയ കാഴ്ചപ്പാട് കൂടി വെച്ചതല്ല. പക്ഷേ അത് വളർന്ന് ഇത്രയും വലിയ മരമായി. ഞാനിപ്പം നിൽക്കുന്നത് അതിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റാൻഡിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോങ്ങൺ നല്ല പ്ലഷും ചെറിയ കുരുവുമാണ്. ഇത് 2 വർഷം മുമ്പ് ഇതിൻ്റെ കാ പറിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ വെറൈറ്റിയെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് സീഡ് ആയതുകൊണ്ടാണ് ഇത്രയും വലിപ്പം വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ തൈകൾ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പം ഇനിയുള്ള ലോങ്ങണുകളെല്ലാം 2 വർഷം കൊണ്ട് കായ്ക്കും. ഏകദേശം 2-3 വർഷം. അപ്പോൾ അത് ഗ്രാഫ്റ്റഡാണ്. ഒരു 6 അടി 7 അടി പൊക്കത്തിൽ തൊട്ട് കായ്ച്ചു തുടങ്ങും. ആ ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഫ്ലഷ് ഇത്രയും കൂടുതലുള്ള ഒരു വെറൈറ്റി കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഈ ഫലവൃക്ഷം സ്വാഭാവികമായി 10-12 അടിയിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ്. ഇതിൻ്റെ ഇലകളും ശാഖകളും മനോഹരമായതിനാൽ അലങ്കാര വൃക്ഷമായും വളർത്താം. അപ്പം ഇതിൻ്റെ പ്രത്യേകതയും കൂടെ ഞാനൊന്ന് പറയാം. ഇത് നമുക്ക് കായ്പിച്ചാൽ 5 മാസം കൊണ്ട് ഈ ഫ്രൂട്ട്, ഇപ്പോൾ ഈ പൂങ്കുലയിൽ കാണുന്ന ഈ കുലകൾ ഇത് കായായി മാറി 5 മാസം കൊണ്ട് പാകമാകും. പിന്നെ ഒരു 2 മാസം കൂടെ നമുക്ക് ഈ മരത്തിൽ നിർത്താം. അതിനുശേഷം നമുക്ക് സീസൺ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടെ വ്യക്തമായിട്ട് സൂക്ഷിച്ചു വെക്കരുത്. അപ്പോൾ അങ്ങനെ സീസൺ അനുസരിച്ച് സെയിൽ നടത്തും. കേരളത്തിൻ്റെ സമതലങ്ങൾക്കും ഹൈറേഞ്ചിനും വളരെ യോജിച്ച ഫലവൃക്ഷമാണിത്. വർഷത്തിൽ പലതവണ പൂക്കുന്നതിനാൽ ഓഫ് സീസണിലും പഴങ്ങളുണ്ടാകും. ആ സമയത്ത് വളരെ ഉയർന്ന വില ലഭിക്കും. ഇതാണ് മിറാക്കിൾ 1 എന്ന് പറയുന്ന പുതിയ വെറൈറ്റി. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഒരു 2-3 മാസം വരെ ഇത് സൂക്ഷിച്ച് വെക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ഫ്ലഷ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ്ങൺ ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, കുരുവിൻ്റെ വലിപ്പമാണ്, അല്ലെങ്കിൽ പാട പോലുള്ള ഫ്ലഷാണ് ബാക്കിയുള്ള ലോങ്ങണൊക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തൊണ്ട്, ഒരു തേങ്ങാച്ചിരട്ടയുടെ ഷേപ്പിലിരിക്കുന്ന തൊണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുരുവിൻ്റെ വലിപ്പം ആർക്കും മനസ്സിലാവും. ഇത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചാണ്. ഒരു കൊലയിൽ നല്ല തൂക്കമുണ്ട്. ശരീരക്ഷീണമകറ്റി ഊർജ്ജം നൽകുന്ന ഫലമായാണ് ലോങ്ങൻ അറിയപ്പെടുന്നത്. ശരീരത്തിന് ചൂട് നൽകി ജീവിത സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന ഫലവൃക്ഷമായി ചൈനക്കാർ ലോങ്ങനെ കാണുന്നു. മലേഷ്യക്കാരും ഇന്തോനേഷ്യക്കാരും ലോങ്ങൻ ജ്യൂസിൻ്റെ ആരാധകരാണ്. എന്നാൽ കൊറിയക്കാർക്ക് ഉണങ്ങിയ ലോങ്ങനാണ് ഇഷ്ടം. അതായത് ലോങ്ങന് ലോകം മുഴുവൻ വിപണിയുണ്ട്. ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കൊലയാണെങ്കിൽ 3 കിലോ വരെ ഫ്രൂട്ട് ഉണ്ടാകാം. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഫ്രൂട്ടിനെ നമ്മൾ 3 കിലോ പ്രതീക്ഷിക്കേണ്ട. ഒരു 2 കിലോ കിട്ടിയാൽ ഈ മരത്തിൽ ഒരു 300ഓളം കുലകളുണ്ട്. ചെറിയ മരമാണെങ്കിൽ ഒരു 100 കുലയിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് സീസൺ അല്ലെങ്കിൽ 400 രൂപ മാർക്കറ്റ് വിലയുണ്ട്, അല്ലെങ്കിൽ ഏകദേശം 300 രൂപ കിട്ടും. ഒട്ടും തന്നെ തണൽ വേണ്ടാത്ത ഫലവൃക്ഷമാണ് ലോങ്ങൻ എന്നതിനാൽ നല്ല സൂര്യപ്രകാശമുള്ളിടത്താണ് നട്ടുപിടിപ്പിക്കേണ്ടത്. നന വേണം. വർഷം തോറും ജൈവവളങ്ങളും സംയുക്ത വളങ്ങളും നൽകാം. സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അത് ഒരു ലിറ്റർ 15 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇപ്പോൾ കൊടുത്താൽ 1 മാസം കൊണ്ട് ഇത് ഫ്ലവർ ചെയ്യും. ഇതുപോലെ ഫ്ലവർ ചെയ്യും. പിന്നെ 5-ാം മാസം കായാവും. അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കർഷകന് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഹൈ റേഞ്ച് മാത്രമല്ല, ലോ റേഞ്ചിൽ ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണിത്. അത് ഞങ്ങൾ അങ്കമാലിയിൽ മിറാക്കിൾ ഫാമുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങി, കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. സംയോജിത കൃഷിരീതിയാണ് ബിജു തുടങ്ങിയത്. ആട്, പശു, കരിങ്കോഴി, മത്സ്യം എന്നിവയെ വളർത്തുകയും ഏലം, കുരുമുളക് എന്നിവ ഉൾപ്പെടെ നിരവധി വിളകൾ കൃഷി ചെയ്യുകയും ചെയ്തു. ഫാം എന്നൊരാശയത്തിലേക്ക് വന്നതല്ല ഞാൻ ഓൾറെഡി ഫോട്ടോഗ്രാഫറായിരുന്നു. അതിനുശേഷം കൃഷിയിലോട് പണ്ടേ താല്പര്യം, എല്ലാവരും കൃഷിക്കാരായിരുന്നു. പിന്നെ വന്ന് ആദ്യം കരിങ്കോഴിയുടെ കൃഷിയായിരുന്നു, മീൻ കൃഷിയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ ആട് വളർത്തലിലേക്ക് വന്നു. എല്ലാ കൃഷികളും ചെയ്ത് ഒരു 20 വർഷമായിട്ട് എല്ലാ കൃഷികളും ചെയ്തതിന് ശേഷം ഇപ്പം ഫ്രൂട്ട്സ് വെറൈറ്റീസ് ആ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ അറിയാതെ തന്നെ മാറിയിട്ടുണ്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുതിയ ഇനം കൃഷിരീതിയെക്കുറിച്ച് വായിച്ചും പഠിച്ചും പരീക്ഷിച്ചും വിജയിപ്പിച്ചെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ വിദേശ പഴങ്ങൾ കൃഷി ചെയ്യാൻ ബിജു എടുത്ത തീരുമാനത്തെ പലരും പരിഹസിച്ചു. എങ്കിലും അത് ഇപ്പോൾ വൻ വിജയമായി. എയർപോർട്ട് എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലെ ഫാമുകളിൽ വ്യാപകമായ കൃഷിരീതി കുറഞ്ഞ ചിലവിൽ പരീക്ഷിച്ച് വിജയം കണ്ടതോടെയാണ് ബിജു തൻ്റെ ഫാമിൽ എയർ പ്രൂണിംഗ് കൃഷി വ്യാപിപ്പിച്ചത്. എങ്ങനെയാണ് അത് പരിപാലിച്ച് വിളവിലേക്ക് എത്തിക്കേണ്ടത്, അതിന് വേണ്ട സൂക്ഷ്മ പോഷകങ്ങൾ, ന്യൂട്രിയൻറ്റുകൾ, വളങ്ങൾ എല്ലാം ഞങ്ങൾ പറഞ്ഞു. ഫംഗിസൈഡ് എന്ത് ചെയ്യണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ട് ജനങ്ങളെല്ലാം ഇത് ഏറ്റെടുത്തു. ജനങ്ങളാണ് മിറാക്കിൾ ഫാമിൻ്റെ ഒരു വളർച്ചയുടെ പിന്നിൽ. എല്ലാം ദൈവാനുഗ്രഹം. അതിനപ്പുറം ജനങ്ങളിൽ നിന്ന് നമുക്ക് ഒരു വലിയ എന്താ പറയുന്നത്, ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. വലിയ ഫലവൃക്ഷങ്ങൾ ടെറസിലും സ്ഥലപരിമിതിയുള്ള മറ്റിടങ്ങളിലും പടർന്നു പന്തലിക്കാതെ വലിപ്പം നിയന്ത്രിച്ച് വളർത്താവുന്നതാണ്
എയർ പ്രൂണിംഗ് കൃഷിയുടെ പ്രധാന പ്രത്യേകത. മരങ്ങൾ മണ്ണിൽ നേരിട്ട് വളരുമ്പോൾ കാണുന്നൊരു പ്രശ്നമാണ് വേരുകൾ പിളരുന്നത്. ഇതുമൂലം ഫലം കിട്ടിത്തുടങ്ങാൻ കാലതാമസം നേരിടുന്നു. തൈ നട്ടുകഴിഞ്ഞ് നൽകുന്ന എല്ലാ പോഷകങ്ങളും നേരിട്ട് വേരുകളിലേക്കും മണ്ണിലേക്കും പോകുന്നു. ഇത് ഒഴിവാക്കാനുള്ള മാർഗമാണ് എയർപോർട്ട് ഗാർഡനിങ്. എത്ര വലിയ ഫലവൃക്ഷവും കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിളവ് തരുന്ന എയർ പ്രൂണിംഗ് രീതി ഹൈറേഞ്ചിലെ കർഷകർക്ക് ബിജു പരിചയപ്പെടുത്തി. ഞാനിവിടുന്ന് ആപ്പിള്, ഓറഞ്ച്, പേര അങ്ങനെയുള്ള ഫ്രൂട്ട്സ് തൈകളെല്ലാം കൊണ്ടുപോയി വെച്ച് ആപ്പിള് 1.5 വർഷമായപ്പോഴത്തേക്ക് ആപ്പിള് നന്നായിട്ട് കായ്ച്ചു. ആദ്യമേ ഉണ്ടായപ്പോൾ തന്നെ 27 കായ അവത്തേലുണ്ടായതാണ്, ആപ്പിളിലുണ്ടായതാണ്, നല്ല കായ. അത് കഴിഞ്ഞ് ഇപ്പോഴും ആപ്പിൾ പൂക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒരേ കായ ഉണ്ടാകുന്നുമുണ്ട്. അതുപോലെ തന്നെ പേര, ഓറഞ്ച്. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള കമ്പനിയുടെ സഹായത്തോടെയാണ് വിവിധ തരത്തിലുള്ള എയർപോർട്ടുകൾ അദ്ദേഹം നിർമ്മിച്ചത്. കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട അവയ്ക്ക് ബിജു മിറാക്കിൾ പോട്ട് എന്ന പേര് നൽകി. എയർപോർട്ട് ഗാർഡനിംഗ് രീതിയിലൂടെ വിവിധ ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തി കാർഷിക രംഗത്ത് വലിയ മാറ്റത്തിന് ബിജു തുടക്കം കുറിച്ചു. ഇതാണ് മാൻഡറിൻ്റെ കളർ. ഇതുപോലെ വരും. ഇതല്ല കളർ കേട്ടോ, നല്ല തീ കളർ വരും, നല്ല കളർ വരും. ഇതുപോലെ പൊളിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് തൊലി. തൊലി പോലെ ഒന്ന് മാർക്കറ്റിൽ ഇത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്തുനിന്ന് വരുന്ന വാടിയ ഓറഞ്ച് പോലെയല്ല, നല്ല ഫ്രഷ് തൊലിയാണ്. കേട് ഇല്ലാതെ നമുക്ക് ട്രയറിനകത്ത് ഉണങ്ങിയെടുത്ത് അതിൻ്റെ പൗഡർ ഉണ്ടാക്കാം. ഇത് നമുക്ക് നീരിനും ജ്യൂസിനുമായിട്ട്. ബാരി സ്വീറ്റ്, മാൻഡരിൻ, വിയറ്റ്നാം മാൾട്ട, നാഗ്പൂർ കമല, സ്വാത്തൂക്കി ഇനങ്ങളിലുള്ള ഓറഞ്ചുകളും ബിജുവിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഇത് ബാരി സ്വീറ്റ് 1 എന്ന് പറയുന്ന ഓറഞ്ചാണ്. മാത്രമല്ല ഇന്ത്യയിൽ വികസിപ്പിച്ചതിൽ നമ്പർ 1 ബാരി സ്വീറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയിലും മധുരമാണ്. മാത്രമല്ല ഭയങ്കരമായ പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്കൊരു പച്ച ഓറഞ്ച് പറിച്ചെടുത്താലും അതിന് നല്ല മധുരമാണ്. പിന്നെ ചൂട് കാലാവസ്ഥയിൽ ഇപ്പോൾ ലോ റേഞ്ചിൽ നമ്മുടെ അങ്കമാലി ഞങ്ങൾക്ക് ഫാമുണ്ട്. ഈ ഹൈ റേഞ്ച് മേഖലയിനേക്കാളും കൂടുതൽ നല്ല മധുരം എന്ന് പറഞ്ഞാൽ ചൂട് കൂടും തോറും മധുരം കൂടുന്നുണ്ട്. സ്ട്രോബെറി, അത്തി, 11 ഇനം മാവുകൾ, മുന്തിരി തുടങ്ങിയവയും മിറാക്കിൾ ഫാം ഹൗസിലുണ്ട്. കൃഷി കൊണ്ട് ജീവിതം പച്ചപിടിക്കില്ല എന്ന് പറയുന്നവർക്ക് മുൻപിൽ ബിജു മോൻ ആൻ്റണി ഒരു മാതൃകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഏത് ഫ്രൂട്ടാണോ അതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കായ്പ്പിച്ച് അതിൻ്റെ വലിയ ചെടികൾ കൊണ്ടുവന്ന് കായ്പ്പിക്കും. കായ്ച്ചതിന് ശേഷം ഇത് ബെറ്റർ ആണെങ്കിൽ മാത്രമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട നൂതന ആശയങ്ങൾ മറ്റ് കർഷകർക്കും ബിജു പകർന്നു നൽകി. ഒപ്പം ഓരോ മാസവും ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കാനുള്ള വഴിയും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.